നാട്ടിലും മറുനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മണമുള്ള പൂന്നുള്ളി എന്ന ഗാനത്തിൽ വൈബ് ചെയ്ത് ബസ് ഓടിക്കുന്ന ട്രെൻഡാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. ഈ ട്രെൻഡിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പിറന്നു വീണത് ചില ചർച്ചകളും കൂടിയായിരുന്നു. അമൽ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിലിരിക്കുന്നതിനെയൊക്കെ അടിച്ചു കൊല്ലാൻ തോന്നുന്നത്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു റീൽ ഓർമ്മയില്ലേ? ചന്ദനക്കുരു തൊട്ട് നിറഞ്ഞ ചിരിയോടെ മണമുള്ള പൂഞ്ഞുള്ളി മുടിയിൽ ചൂടി എന്ന പാട്ടിന്റെ അകമ്പടിയിൽ ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ ചേട്ടന്റെ വീഡിയോയുടെ അടിയിൽ ഒരു യുവതി ഇട്ട കമന്റാണിത്. വീഡിയോ മില്യൺ കണക്കിന് കാഴ്ചക്കാരെ നേടിയെടുത്തത് വളരെ പെട്ടെന്നായിരുന്നു. ഒപ്പം ഈ പ്രസ്തുത കമന്റ് സ്ക്രീൻഷോട്ടായി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ കറങ്ങി നടന്നു. ഈ കമന്റ് വായിക്കുന്ന ആ യുവതിയുടെ ഭർത്താവിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നു. ഇതൊന്നും അത്ര മാസൊന്നുമല്ല എന്ന് തുടങ്ങി തെറികളും അനാവശ്യ വ്യാഖ്യാനങ്ങളുമായി അത് നീളുന്നു. സത്യത്തിൽ ഈ പ്രസ്തുത കമന്റ് സൃഷ്ടിച്ചതും പ്രചരിപ്പിച്ചതും പുരുഷന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഒരു സോ കോൾഡ് ബെറ്റർ ചോയ്സ് കാണുമ്പോൾ സ്വന്തം ഭാര്യയെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുമെന്ന ആ സിനിമാ ഡയലോഗുകൾ വലിയ മാസായി കമന്റ് ബോക്സുകളിൽ ഇട്ടതെല്ലാം പുരുഷന്മാരായിരുന്നു എന്നതാണ് സത്യം. മെജോറിറ്റിക്ക് ദഹിക്കാത്ത ഒരു പെർട്ടിക്കുലർ സെക്ഷൻ വൈബ് കിട്ടുന്ന ആ റീലിലെ പുരുഷനെ ഒരു യുവതി പുകഴ്ത്തുമ്പോഴേക്കും മുറിവേൽക്കുന്നതാണോ നമ്മുടെ നാട്ടിലെ ചില പുരുഷന്മാരുടെ ഈഗോ? അതുപോട്ടെ, അതേ കമന്റ് ബോക്സിലെ മറ്റു ചില കമന്റുകൾ നോക്കിയാലോ? കമന്റ് ബോക്സിൽ കോളനി പെണ്ണുങ്ങളുടെ ആറാട്ട്. ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടാൽ പോരെ? വളരെ തമാശയായിട്ടൊരു കമന്റ് കണ്ടപ്പോൾ പ്രശ്നമാക്കിയ ആളുകൾക്ക് റേസിസവും ജാതീയതയും ക്ലാസിസവും വരെ അടങ്ങിയ കോളനി കമന്റോ ആളുകളെയും സോഷ്യൽ മീഡിയയും ചില വ്യവസ്ഥാപിത സ്റ്റാൻഡേർഡുകളിൽ തരം തിരിക്കുന്ന ഫേസ്ബുക്ക് കമന്റുകളോ കണ്ടപ്പോൾ ഒന്നും തോന്നിയില്ല. ശരിയാണ്, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പലതരക്കാരുടെ പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകാനും തയ്യാറാകണം. എന്നാൽ ഫേസ്ബുക്കിനെ അമ്മാവന്മാരുടെ ലോകമെന്നും കോളനി എന്നുമൊക്കെ വിളിച്ച് സ്വയം അപ്പർ ക്ലാസ് ചമയുന്ന ഇൻസ്റ്റഗ്രാമിലെ യുവാക്കൾക്ക് ശരിക്കും താൻ ലോവർ ക്ലാസ് ആകുന്നത് എമ്പതിയില്ലാതെ രാഷ്ട്രീയ ബോധമില്ലാതെ ആളുകളെ ഇത്തരം വാക്കുകളിൽ ജഡ്ജ് ചെയ്യുമ്പോഴാണ് എന്ന് എപ്പോൾ മനസ്സിലാകും? സ്പെയിനിൽ 8 മാസം കാത്തിരുന്ന ചികിത്സയ്ക്ക് ആലപ്പുഴയിൽ വെറും 10 മിനിറ്റ്. കേരളത്തിന്റെ ആരോഗ്യ മാതൃകയെ ലോകത്തിന് മുന്നിൽ പുകഴ്ത്തുന്ന വിദേശ സഞ്ചാരിയുടെ വിശേഷങ്ങളുമായി സ്വപ്ന സുജിത് ചേരുന്നു. My first experience at a public hospital in India, Alapura, Kerala. Congratulations, India! വിദേശ സഞ്ചാരികൾക്ക് ദൈവത്തിന്റെ സ്വന്തം നാട് എപ്പോഴും ഒരു വിസ്മയമാണ്. പച്ചപ്പും കായൽ ഭംഗിയും ആസ്വദിക്കാൻ എത്തുന്നവർ പലപ്പോഴും ഇവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചും മികച്ച അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ കേരളത്തിന് നൽകുന്നത് വലിയൊരു അംഗീകാരമാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയെ സ്തുതിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് സ്പെയിനിൽ നിന്നുള്ള സോളോ ട്രാവലറായ വെറോണിക്കയാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഉണ്ടായ അനുഭവമാണ് വെറോണിക്ക തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചത്. തന്റെ സ്വന്തം നാടായ സ്പെയിനിലെ ആരോഗ്യ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്തായിരുന്നു വെറോണിക്കയുടെ പ്രതികരണം. സ്പെയിനിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണമെങ്കിൽ മാസങ്ങളോളം, ഏകദേശം 8 മാസം വരെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ടി വരുമെന്ന് അവർ പറയുന്നു. എന്നാൽ കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഇത്തരം നൂലാമാലകളില്ലാതെ പെട്ടെന്ന് ചികിത്സ ലഭിച്ചത് അവരെ അമ്പരപ്പിച്ചു. ഒരു സർക്കാർ ആശുപത്രി ഇത്രയും വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് എനിക്ക് വിശ്വസിക്കാനായില്ല. നേരത്തെ ബുക്കിംഗ് എടുക്കേണ്ടതില്ല, നേരിട്ട് ആശുപത്രിയിൽ എത്തുക, രജിസ്റ്റർ ചെയ്യുക, വെറും 10 മിനിറ്റിനുള്ളിൽ ഡോക്ടറെ കാണുക. ഇത് അവിശ്വസനീയമാണ്, വെറോണിക്ക വീഡിയോയിൽ പറയുന്നു. താൻ കണ്ട ഈ മികച്ച സംവിധാനം ഇന്ത്യയിൽ ഉടനീളം ഉണ്ടോ എന്ന സംശയവും വെറോണിക്ക വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. ഇതിനു മറുപടിയായി നിരവധി ഇന്ത്യക്കാരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ലഭിക്കുന്ന ഈ സേവന നിലവാരം ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ ലഭിച്ചെന്നു വരില്ലെന്ന് ആളുകൾ വെറോണിക്കയെ തിരുത്തുന്നുണ്ട്. കേരളം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളുടെ തെളിവാണ് ഈ അനുഭവമെന്നാണ് ഭൂരിഭാഗം പേരുടെ അഭിപ്രായം. ഇന്ത്യയിലെ പബ്ലിക് ആശുപത്രിയിലെ അനുഭവം എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ച ഈ റീൽ ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകഴിഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്ന വെറോണിക്കയ്ക്ക് കേരളം നൽകിയത് മനോഹരമായ ഒരു ഓർമ്മയാണ്. വെറോണിക്കയെ അത്ഭുതപ്പെടുത്തിയ ഈ വേഗതയും കാര്യക്ഷമതയും കേരളം കാലങ്ങളായി വളർത്തിയെടുത്ത ആരോഗ്യ നയങ്ങളുടെ ബലമാണ്. ലോകോത്തര നിലവാരമുള്ള ആരോഗ്യ സൂചികകളാണ് കേരളത്തെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം 70 വയസ്സായിരിക്കെ കേരളത്തിലേത് 77 വയസ്സോളം ഉയർന്നു നിൽക്കുന്നു. സർക്കാർ സംവിധാനങ്ങളെ കുറിച്ച് പലപ്പോഴും പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഒരു വിദേശിയിൽ നിന്ന് ലഭിച്ച ഈ കയ്യടി കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കും ഭരണകൂടത്തിനും ഒരേപോലെ അഭിമാനകരമായ നിമിഷമാണ്. Honestly, I did not expect this.
മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി. ഈ പാട്ട് ഇന്ന് കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കുമല്ലേ? എന്നാൽ ഈ പാട്ടിന്റെ പിന്നിലുള്ള ആ അനുഗ്രഹീത കലാകാരൻ ഇന്ന് നമുക്കൊപ്പം ഇല്ല. പ്രദീപ് ഇരിഞ്ഞാലക്കുടയെ കുറിച്ച് നീതു എസ് രമേശൻ പറയും. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടിയ മണിക്കുട്ടി സാമൂഹ്യ മാധ്യമങ്ങളിലെ പുത്തൻ ട്രെൻഡ്. ഈ ചേട്ടന്റെ ക്യൂട്ട്നെസ്സും പിള്ളേരുടെ കമന്റുകളും കൊണ്ട് സോഷ്യൽ മീഡിയ നിറയുകയാണ്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മുതൽ നമ്മുടെ കേരള പോലീസ് വരെ ഏറ്റെടുത്തൊരു ട്രെൻഡ്. എന്നാൽ ചിരിച്ചുകൊണ്ട് വളയം പിടിക്കുന്ന ആ ചേട്ടനെക്കാളും വീഡിയോയ്ക്ക് വന്ന കമന്റുകളെക്കാളും പിന്നാലെ വന്ന ട്രോളുകളെക്കാളുമൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചത് ആ പാട്ടും വരികളുമാണ്. അതെ, പ്രദീപ് ഇരിഞ്ഞാലക്കുടയുടെ വരികൾ. കണ്ണടച്ച് പറശ്ശിനിക്കടവും മുത്തപ്പനെ ഒന്നോർത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ട് മുഴങ്ങുന്നില്ലേ? പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ എന്നെ കൈവെടിയല്ലേ, സങ്കടങ്ങൾ ചൊല്ലിടാൻ തമ്പുരാനേ ഓ തെയ്യറത്താരാ. ഇനിയൊന്ന് കണ്ണടച്ച് കൊടുങ്ങല്ലൂർ അമ്മയെ സ്മരിച്ചേ. ആദ്യം ഓർമ്മ വരുന്നത് ഈ പാട്ടല്ലേ? താകൃതാളം നല്ല താകൃതാളം, താകൃതാളം നല്ല താകൃതാളം. പിന്നെ ദ മോസ്റ്റ് ഫേമസ് സോങ് പടപൊരുതണം കടലിളകണം. ഇങ്ങനെ ഒരുപിടി മനോഹര ഗാനങ്ങൾ നമുക്ക് തന്നിട്ടുള്ള പ്രദീപ് ഇരിഞ്ഞാലക്കുടയുടെ വരികളാണ് ഇപ്പോൾ വീണ്ടും ട്രെൻഡായ മണിക്കുട്ടിയും. നൂറുകണക്കിന് നാടൻ പാട്ടുകളും ഭക്തിഗാനങ്ങളും കവിതകളുമൊക്കെ മലയാള പാട്ടു സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് പ്രദീപ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയുടെ സ്വന്തം അനുഷ്ഠാന കലയാണ് ഓണക്കളി. രാമായണ കഥകൾ പാട്ടുരൂപത്തിലാക്കി അതിനൊത്ത് ചുവടുവയ്ക്കുന്ന ഓണക്കളി പാട്ടുകളാണ് പ്രദീപിനെ പ്രിയങ്കരനാക്കിയത്. ഭക്തിഗാന രംഗത്ത് തരംഗമായി അദ്ദേഹത്തിന്റെ പാട്ടുകൾ മാറി. ഓണക്കളിക്ക് വേണ്ടി തന്നെയാണ് പടപൊരുതണം എന്ന പാട്ട് അദ്ദേഹം എഴുതിയത്. രാവണന്റെ പാകം പറയുന്ന പടപ്പാട്ട്. അധികം വേദികളിലൊന്നും ഈ പാട്ട് അവതരിപ്പിച്ചിട്ടില്ല. കാസറ്റ് ഇറക്കുന്നവർക്ക് കൈമാറുകയായിരുന്നു. എന്നാൽ പാട്ട് പുറത്തു വന്നപ്പോൾ അതിന്റെ റേഞ്ച് തന്നെ മാറി. മേലെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറവാട്ടിൽ തട്ടിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. മേലെ പടിഞ്ഞാറ് സൂര്യൻ കലാഭവൻ മണിയുടെ അവസാന ഗാനം എന്ന രീതിയിൽ പ്രശസ്തമായ പാട്ട്. പ്രദീപ് ഇരിഞ്ഞാലക്കുട തന്നെയായിരുന്നു ഈ പാട്ടിന്റെ രചന. രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു പ്രമേയം. പാട്ടിന് പിന്നാലെ പ്രദീപ് പോയി. ഹൃദയാഘാതം. അതെ, മരിച്ച് 13 വർഷം പിന്നിടുമ്പോൾ സോഷ്യൽ മീഡിയ ആകെ ആഘോഷിക്കുകയാണ് ആ കലാകാരന്റെ പാട്ടുകൾ. ഒരുപക്ഷെ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഇത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നാൽ നാം ഇന്നും മൂളുന്ന കേൾക്കുന്ന അനേകം ഗാനങ്ങളിലൂടെ ഇന്നും ആ കലാകാരൻ ജീവിക്കുന്നു. ഏതോ ഒരു കർക്കിടരാവ്, ഉണ്ണാതുറങ്ങുന്ന രാവ്, അന്നല്ല പെണ്ണു ചിരുത വേദനയോടെ പെറ്റവനെ, തെല്ലുതക്കെ പുറത്ത മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം സ്വപ്ന സുജിത് ആൻഡ് കീപ് വാച്ചിങ് 24.